സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിലെ മനോഹരമായൊരു എൻ്റെ യാത്രാനുഭവം പങ്കുവെക്കാനാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാഗിലിംഗ് എന്ന ഭൂമിയിലെ മനോഹരമായൊരു ഗ്രാമം. ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഭൂമിയിലെ മനോഹരമായൊരു സ്ഥലത്ത് ചെല്ലുന്നു. താഴ്വരകൾ മൊത്തം പൂക്കളാൽ നിറഞ്ഞത്, പച്ചവിരിച്ച മൈതാനം, മുകളിൽ മഞ്ഞുമല. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. നാഗിലിംഗ് എന്ന ഗ്രാമത്തിൽ ഞാൻ നടന്നെത്തുകയും അവിടുത്തെ ഗ്രാമവാസികൾ എന്നെ വെൽക്കം ചെയ്യുകയും ചെയ്തു. നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നോളൂ, എവിടെയാണ് താമസിക്കുക? 2-3 ഹോം സ്റ്റേ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ എനിക്ക് അവർ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. വീട്ടിലെ ഭക്ഷണം തന്നെ അവർ വിളമ്പി തന്നു. അവിടെ നിന്നും ബുക്യാൽ എന്നറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്. അതായത് ഹിമാലയത്തിലെ താഴ്വരയുണ്ട്. പച്ചവിരിച്ച താഴ്വരകളിലാണ് കന്നുകാലികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി വരുന്നത്, പുല്ല് കഴിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. ആ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അപകടം നിറഞ്ഞതാണ്, ആനിമൽസ് ഉള്ളൊരു സ്ഥലമാണ്. എന്നോട് പറഞ്ഞു നീ തനിച്ച് പോകണ്ട എന്ന്. പക്ഷേ ആഗ്രഹം കൊണ്ട് ഞാൻ ആ മല കയറി. മെല്ലനെ മല കയറുമ്പോൾ ഞാൻ കാണുന്ന ഓരോ കാഴ്ചകളും സ്വപ്നത്തിലെ ഏതൊക്കെയോ സ്ഥലങ്ങൾ പോലെ എന്നെ തോന്നിപ്പിച്ചു. അതായത് ഞാൻ കാണുന്ന ഓരോ കാഴ്ചകൾക്കും അത്രമാത്രം വാല്യൂ ഉണ്ട് കേട്ടോ. മഞ്ഞുമലകളും പച്ചവിരിച്ച മൈതാനങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് അത്രമാത്രം ആവേശമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചത് അപകടങ്ങളൊന്നുമല്ല. ഇത്രയും ദൂരം മുകളിലോട്ട് കയറിപ്പോയാൽ, ആ ബുക്യാൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയാൽ അവിടുത്തെ അത്ഭുതം എന്താണെന്നാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഞാൻ അവിടെ എത്തിയതും ധാരാളം ആടുകളുമായി ചെറിയൊരു ഷെഡ് കെട്ടി 2 ആൾക്കാർ അവിടെ ജീവിക്കുവാണ്. ഒരു മാസത്തിൽ 5 തവണയാണ് അവരവിടെ ജീവിക്കുക. മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവർ താഴോട്ടേക്ക് ഇറങ്ങും. എന്നോട് അവർ ധാരാളം കഥകൾ പറഞ്ഞു തന്നു. എൻ്റെ കേരളത്തിൽ നിന്നും ഞാൻ ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഭൂമിയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന്. ഞാൻ അധികം കാണുന്നത് സിനിമകളിലാണ്, മറ്റുള്ള രാജ്യങ്ങളിലാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഓരോരോ കഥകൾ വായിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ എൻ്റെ സ്വന്തം രാജ്യത്തിൽ ഇത്രമാത്രം മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്ന് കാണാൻ സാധിച്ചത് ആദ്യമായിട്ടാണ്. ധാർമാ വാലിയിലാണ് ഈ സ്ഥലങ്ങളൊക്കെ വരുന്നത്. പഞ്ചചോളി ഹിമാലയത്തിൻ്റെ നാടാണത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിലും മനോഹരമായ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ആരും അറിയുന്നില്ല, ആരും എത്തിപ്പെടുന്നില്ല എന്ന് മാത്രം. നിങ്ങളും നല്ല നല്ല യാത്രകൾ ചെയ്യൂ. ഇന്നും ഞാൻ ആ ഗ്രാമത്തിലെ ജനങ്ങളെ ഓർക്കുന്നുണ്ട്. എൻ്റെ വീട്ടുകാരെ പോലെ, എൻ്റെ ഹൃദയം പോലെ ഞാൻ അവരെ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. അവരെന്നെ ഓർക്കുന്നുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. കാരണം അവിടെ വന്നു പോകുന്ന അപൂർവമായ സഞ്ചാരികളിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ഈ ഒരു യാത്രാനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ യാത്ര തുടരുകയാണ്. ചെറിയൊരു സഞ്ചാരമാണ്, പക്ഷേ ഭൂമിയിലെ മനോഹരമായ കാഴ്ചകൾ തേടിപ്പിടിച്ച് അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഓരോ ദിവസവും ശ്രമിക്കുന്നത്.